ടേക്ക് എ ബ്രേക്ക്. എന്നാൽ പിന്നെ ഒരു ബ്രേക്ക് എടുക്കാം. വൈകുന്നേരമായ ഒരു ചായ, അത് പിന്നെ പതിവാണല്ലോ. കണ്ണാടിക്കുട്ടി കണ്ട പലഹാരങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങളിങ്ങ് വിളിച്ചു വരുത്തി. അങ്ങനെ അവസാനം കണ്ണാടിക്കുട്ടിലെ മുട്ടപ്പപ്സും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോയത് രാമചന്ദ്രയിലേക്കാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും അച്ചുവിനും മകേഷിനും എന്തൊക്കെയോ വാങ്ങിക്കാനുള്ളത് കൊണ്ടും ഞാൻ ചാടിക്കയറി പോകുന്നതാണ്. പിന്നെ ഞങ്ങളെല്ലാം അവിടെ ഫുള്ളൊന്ന് കറങ്ങി. അപ്പോഴേക്കും ദേ മിഥുനും എത്തി. പിന്നീട് ദേ വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോഴാണ് നമ്മുടെ സുഡസുഡ് ഇഡലി മനസ്സിലേക്ക് വന്നത്. ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോകാമെന്ന് കരുതി ചെന്നപ്പോൾ നല്ല തിരക്ക്. ദേ വെങ്കിബോ ഉണ്ട്. ദേ ആളാണ് ഓർഡറൊക്കെ എടുക്കുന്നത്. തിരക്കുള്ളത് കാരണം 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റിംഗ് കുറച്ച് കൂടുതലായതുകൊണ്ടും വിശപ്പിൻ്റെ വിളി സഹിക്കാൻ വയ്യാത്തതുകൊണ്ടും ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നീട് ഒരു ദിവസം നേരത്തെ വരാമെന്ന് കരുതി. എന്തായാലും ഒരു വട്ടം വന്ന് ട്രൈ ചെയ്യണം മനസ്സിൽ വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് നേരെ ചെന്നത് ഇൻസ്റ്റാമ്പുള്ളിലാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. പോകുന്ന വഴിക്ക് EMS പാർക്ക് ബ്രിഡ്ജ്, അത് തന്നെ നമ്മുടെ ലൈറ്റ് എത്തുന്ന പാലം, അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നേരെ ജ്യൂസ് കുടിക്കാൻ പോയി. അങ്ങനെ അവിടുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ കണ്ണാടിക്കുട്ടിലെ ജിലേബി എൻ്റെ കണ്ണിൽപ്പെട്ടത്. പിന്നൊന്നും നോക്കിയില്ല, അതങ്ങ് വാങ്ങിച്ചകത്താക്കി. അപ്പോൾ ശരി, ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.